നമുക്കറിയാം, കുഞ്ഞുങ്ങളൊക്കെ ഡാർട്ട്, അമ്പ് ചെയ്ത് കളിക്കാറുണ്ട്. ബോർഡിൽ കൃത്യമായി എറിഞ്ഞു കൊള്ളിക്കാൻ അവർ ശ്രമിക്കും. കൃത്യമായി നടുക്കത്തെ വട്ടത്തിൻ്റെ കൃത്യം നടുവിൽ കൊള്ളിക്കുകയാണെങ്കിൽ വിജയിച്ചു എന്നാണ്. അപ്പോൾ അവനിങ്ങനെ അമ്പ് ചെയ്ത് കളിക്കുകയാണ്, ഡാർട്ട് എറിഞ്ഞ് കളിക്കുകയാണ്. പെട്ടെന്ന് അവൻ ഈ ബോർഡുമായി അവൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അപ്പാ നോക്കിയേ, ഞാൻ എന്തുവാ ചെയ്തത്? അപ്പോൾ അവൻ്റെ പിതാവ് നോക്കിയപ്പോൾ കൃത്യം നടുക്ക് തന്നെയാണ് ആ അമ്പ് കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങ് അത്ഭുതമായി. കൊള്ളാലോടം എടുക്ക, എങ്ങനെ സാധിച്ചു? നീ മിടുക്കനാണല്ലോ. ഞാൻ പറഞ്ഞു, അപ്പോൾ അത് വളരെ എളുപ്പമല്ലേ. ആദ്യം അമ്പ് ചെയ്യണം, അതെവിടെ കൊള്ളുന്നോ അതിൻ്റെ ചുറ്റും ഒരു വട്ടം വരയ്ക്കണം, അപ്പോൾ അത് കൃത്യമാകും. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ദൈവിക പ്രതീക്ഷകളെ മനസ്സിലാക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, നമുക്ക് ജീവിക്കാൻ പറ്റുന്നതിലൊക്കെ ജീവിക്കുക, എന്നിട്ടത് പറയുകയാണ്, ഇതാണ് സമർപ്പണം, ഇതാണ് ദൈവത്തോടുള്ള വിധേയത്വം, ഇതാണ് ദൈവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്നൊക്കെ നമ്മൾ സ്വയം നിർവചിക്കുന്ന വലിയ അപകടം നമുക്കുണ്ട് എന്ന് മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പ്രതീക്ഷയിലേക്ക് ഉണരുന്നതിന് നമുക്ക് ഇടയായിത്തീരണം. കാരണം നാം ഒരു ഉടമ്പടി സമൂഹമാണ്. ഹല്ലേലൂയ. ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം പറയാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. നാം ഒരു ഉടമ്പടി സമൂഹമാണ്. ഓരോ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ അവസാന റൂഷ്മയുടെ വേളയിൽ 4ാമത്തെ റൂഷ്മ സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മെ ഓർപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. വിശുദ്ധ മാമോദീസയുടെ റൂഷ്മയാൽ മുദ്രയിടപ്പെട്ട ഉടമ്പടി സമൂഹമാണ് നാം എന്ന് മറന്നു പോകരുത്. വിശുദ്ധ മാമോദീസയുടെ റൂഷ്മയാൽ, വിശുദ്ധ മൂറോനാൽ വേർതിരിക്കപ്പെട്ട സമൂഹമാണ് നാം എന്ന് മറന്നു പോകരുത്. നാം ഉടമ്പടിയുടെ മക്കളാണ് എന്ന് നാം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ സഭയിൽ ശിശു സ്നാനത്തിൽ വിശ്വസിക്കുന്ന സഭയാണ് നാം. നമ്മളെല്ലാ കുഞ്ഞുങ്ങളെയും സ്നാനം കഴിപ്പിക്കുന്നുണ്ടോ? ഒരിക്കലില്ല. നമ്മൾ ഉടമ്പടിയുടെ മക്കളെയാണ് സ്നാനം കഴിപ്പിക്കുന്നത് ശിശു സ്നാനത്തിലൂടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കാൽവറിയിലെ ഉടമ്പടിയിലൂടെ നമ്മളെല്ലാവരും അവൻ്റെ മക്കളായി തീർന്നിരിക്കുകയാണ്. നമ്മുടെ തലമുറകൾ അതുകൊണ്ട് തന്നെ ഉടമ്പടിയുടെ മക്കളാണ് എന്നുള്ളത് കൊണ്ടാണ് നാം കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നത് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ നാം ഒരു ഉടമ്പടി സമൂഹമാണെന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഓർക്കണം. കാരണം നമ്മോടും നമ്മുടെ തലമുറകളോടും അവൻ കാൽവറിയിൽ ചെയ്തിട്ടുള്ള രക്ഷയുടെ ഉടമ്പടി ഓർക്കുന്നതിന് ഈ സന്ധ്യയിൽ നമുക്ക് സാധിക്കണം. പഴയ നിയമ സമൂഹം ഉടമ്പടി ബന്ധത്തിലാണ് എല്ലാറ്റിനെയും കണ്ടിട്ടുള്ളത്. They believed themselves as a covenant community. അവർ ഒരു ഉടമ്പടി സമൂഹമായിട്ടാണ് തങ്ങളെ തന്നെ മനസ്സിലാക്കിയിരുന്നത്. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാറ്റിനെയും അവർ ഉടമ്പടിയുടെ വെളിച്ചത്തിലാണ് അവർ കണ്ടിട്ടുള്ളത്. They saw everything in the light of the covenant. ദൈവം അബ്രഹാമിനോടും അവരുടെ തലമുറയോടുമായി ചെയ്തിട്ടുള്ള നിത്യമായ ഉടമ്പടിയെക്കുറിച്ച് അവർ എല്ലായ്പ്പോഴും ഓർക്കും. ദാവീദിനോടും അവരുടെ രാജ്യത്വം എന്നേക്കും സ്ഥിരമായിരിക്കും എന്നുള്ള ഉടമ്പടി അവർ ഓർക്കും. സർവ ജനത്തോടും സർവ ദൈവജനത്തോടുമുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയെ അവർ ഓർക്കും. പ്രത്യേകിച്ച് പ്രവാസത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ചരിത്രത്തിലെ ഏറ്റവും വഴിത്തിരിവായ സംഭവം പ്രവാസമാണെങ്കിൽ ആ പ്രവാസം എന്തുകൊണ്ട് എന്നവർ അന്വേഷിക്കുകയുണ്ടായി. അതിനുള്ള ഉത്തരമാണ് പഴയ നിയമത്തിലെ പല ഭാഗങ്ങളും എന്ന് നമുക്കറിയാം. അപ്പോൾ പ്രവാസം എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് അവർ കണ്ടെത്തിയ മറുപടി മറ്റൊന്നുമല്ല, അവർ ഉടമ്പടി മറന്നുപോയി എന്നുള്ളതാണ്. അവർ ഉടമ്പടിയിൽ, ദൈവിക ഉടമ്പടിയോട് വിശ്വസ്തത കാട്ടുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവർ കണ്ടെത്തിയത്. പ്രിയമുള്ളവരെ, ഉടമ്പടി മറന്നുപോയ ഒരു സമൂഹത്തെ നിരന്തരമായി ഈ ദൈവിക ഉടമ്പടിയെക്കുറിച്ചും ദൈവിക വിശ്വസ്തതയെക്കുറിച്ചും ഓർപ്പിക്കുന്നത് നമ്മൾ പഴയ നിയമഭാഗങ്ങളിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. നിരന്തരമായി അവരെ ദൈവം വിവിധ മുഖാന്തരങ്ങളിലൂടെ ഓർപ്പിക്കാനായി ശ്രമിക്കുന്നു, നിങ്ങൾ ഒരു ഉടമ്പടി സമൂഹമാണ് എന്ന്. ആവർത്തന രചയിതാവ് അദ്ദേഹത്തിന്റെ സ്വാധീനം വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളിലുമുണ്ട്. അവിടെയെല്ലാം ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. Your obedience to the covenant brings blessings and disobedience brings curses. ഈ ദൈവിക ഉടമ്പടിയോടുള്ള നിങ്ങളുടെ അനുസരണമാണ് നിങ്ങളുടെ അനുഗ്രഹത്തെ നിശ്ചയിക്കുന്നത്, നിങ്ങളുടെ ഭാഗധേയത്വം നിശ്ചയിക്കുന്നത്. ഈ ദൈവിക ഉടമ്പടിയോടുള്ള അവിശ്വസ്തത തീർച്ചയായും ശിക്ഷാവിധി വിളിച്ചു വരുത്തും എന്ന് നിരന്തരമായി ഓർപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അപ്രകാരം
ഉടമ്പടി ബന്ധത്തിൽ അവിശ്വസ്തത കാട്ടിയ ഒരു സമൂഹത്തെ ഉടമ്പടി പുതുക്കുന്നതിനായി, കവനന്റ് റിന്യൂവലിനായി ദൈവം വിളിച്ചു ചേർക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്ത് കണ്ടത്. അപ്പോൾ ഉടമ്പടി പുതുക്കുന്നതിന് ദൈവസന്നിധിയിൽ യോശുവ തൻ്റെ ജനത്തെ വിളിച്ചു ചേർത്തതാണ് ഇന്ന് വായിച്ച ഭാഗത്ത് നമ്മൾ കണ്ടത്. വേദപുസ്തകമുള്ള എല്ലാവരും ആ ഭാഗം തുറന്ന് എന്നോടുകൂടെ ചേർന്ന് വായിക്കണം. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിച്ച് ആരംഭിക്കാം. 24-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ശെഖേമിൽ കൂട്ടി, ഇസ്രായേലിൻ്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നിന്നു. ചിൻവേ അച്ചബയുടെ വളരെ വിഖ്യാതമായ ഒരു നോവലാണ് തിങ്സ് ഫോൾ അപ്പാർട്ട്. ചിലരെങ്കിലും അത് വായിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ആമുഖത്തിൽ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിലെ പ്രധാന കഥാപാത്രമായ ഒക്കാങ്കോ, അദ്ദേഹം ഒരു ട്രൈബൽ ലീഡറാണ്. തൻ്റെ ഗോത്രം ചിഹ്ന ഭിന്നമായി പോകുന്നതിനെക്കുറിച്ച് വല്ലാതെ സങ്കടപ്പെടുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളാണ് ആ നോവൽ നമ്മൾ കാണുന്നത്. തൻ്റെ ജനം ചിതറിപ്പോകുന്നതിനെക്കുറിച്ച്, തൻ്റെ ജനം അടിസ്ഥാന പ്രമാണങ്ങൾ മറന്നു പോകുന്നതിനെക്കുറിച്ച്, തങ്ങളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഭാരപ്പെടുമ്പോൾ ഇങ്ങനെ കുറിക്കുന്നുണ്ട്: when the center cannot hold things fall apart. അടിസ്ഥാനപരമായ വിശ്വാസ ബോധ്യങ്ങൾ ഇല്ലാതെ പോകുമ്പോൾ, അടിസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ സകലതും ചിതറിപ്പോകും, തകർന്ന് തരിപ്പണമാകും എന്ന് അദ്ദേഹം ഇങ്ങനെ വല്ലാതെ സങ്കടപ്പെട്ട് പറയുന്നത് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഒരുപാട് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നല്ല പ്രാഗൽഭ്യമുണ്ട്. എല്ലാറ്റിനെക്കുറിച്ചും വളരെ പ്രാഗൽഭ്യത്തോടെ അഭിപ്രായങ്ങൾ പറയുന്നതിനും വചനത്തിൽ നിന്ന് സംസാരിക്കുന്നതിനുമൊക്കെയുള്ള പ്രാഗൽഭ്യം നമുക്കുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായി ഒരു ദൈവവൈതൽ ഉണ്ടാകേണ്ട വിശ്വാസ ബോധ്യങ്ങൾ കുറഞ്ഞു പോകുന്നുവെന്ന് വളരെ സങ്കടത്തോടെ ഞാൻ പറഞ്ഞു പോകട്ടെ. നമുക്കിന്ന് ബോധ്യങ്ങൾ, കൺവിക്ഷൻസ് വല്ലാതെ കുറഞ്ഞു പോകുന്ന ഒരു കാലമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ധിയിൽ ഉടമ്പടി ബന്ധത്തിൽ ഒരു ദൈവവൈതൽ ആചരിക്കേണ്ട കൺവിക്ഷൻസ്, ബോധ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. പുതിയ കാര്യങ്ങളൊന്നും പറയാനുള്ള ത്രാണി എനിക്കില്ല. ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഓർത്തെടുക്കുവാനും ധ്യാനിക്കുവാനും സാധിക്കണം. അതുകൊണ്ട് ഇന്ന് ദൈവസന്ധിയിൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: ലെറ്റ് us renew the covenant. ദൈവസന്ധിയിൽ ദൈവവുമായ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ദൈവ പൈതലെ, ഇന്ന് ഈ സന്ധിയിൽ ഈ ഉടമ്പടി ബന്ധം ഒന്ന് പുനഃപരിശോധിക്കുന്നതിന്, ഈ ഉടമ്പടി ബന്ധത്തിൽ നമ്മെ തന്നെ ഒന്ന് പുതുക്കി സമർപ്പിക്കുന്നതിന് നമുക്കിടയായി തീരണം. ഓരോരുത്തരോടുമുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി അനന്യമാണ് എന്ന് നാം മറന്നു പോകരുത്. അത്തരത്തിൽ ഈ കൺവെൻഷൻ ഉടമ്പടി പുതുക്കുന്ന ഒരു ദിനമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെയുള്ളൊരു സമ്മേളനമാണ് യോശുവ വിളിച്ചു ചേർക്കുന്നത്. യോശുവ കൺവെൻഷൻ പോലെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ്. നമ്മൾ ഇപ്പോൾ വായിച്ചതുപോലെ ആ ഇസ്രായേൽ ജനത്തിലെ എല്ലാ ഗോത്രങ്ങളെയും, ഗോത്രത്തിന് നേതൃത്വം നൽകുന്നവരെയും എല്ലാവരെയും, ഒരുപക്ഷെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ എല്ലാവരെയും വിളിച്ചു ചേർത്തിട്ട് ചില കാര്യങ്ങൾ ഒരുമിച്ച് പറയുകയാണ്. അപ്പോൾ ഒരു കൺവെൻഷൻ യോഗത്തിൽ യോശുവ അവരോട് ചില കാര്യങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുന്നതാണ്, ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് ഇന്ന് വായിച്ച ഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇവിടെയാണ് അവരെ വിളിക്കുന്നത്, ഇവിടെയാണ് കൺവെൻഷൻ കൂടുന്നത്. നമ്മൾ ഇവിടെ വായിച്ചു, ഇവിടെയാണ് ശെഖേമിൽ. ശെഖേം, എന്തുകൊണ്ടാണ് ശെഖേം എന്ന സ്ഥലം വന്നത്? അതൊരു പക്ഷേ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ തന്നെ ചോദിച്ചു പോകും, വൈ ശെഖേം? അതിനേക്കാൾ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളെക്കുറിച്ചുമുള്ള പരാമർശമുണ്ട്. എന്നാൽ ശെഖേം എന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ടാണ്. കാരണം അബ്രഹാമിനോടുള്ള വാഗ്ദത്തം ദൈവം നൽകിയത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ശെഖേമിൽ വെച്ച് അബ്രഹാമിനോടും അവന്റെ സർവ്വ തലമുറയോടുമുള്ള ദൈവിക വാഗ്ദത്തം ഒരു അനുഗ്രഹമായി തീരുമെന്നും നിന്റെ ജനമായിരിക്കുമെന്നും ഉള്ള ഉടമ്പടി ദൈവം നൽകിയ ഇടമാണ് ശെഖേം. അതുകൊണ്ട് അത് ഉടമ്പടിയെ ഓർപ്പിക്കുന്ന ഇടമാണ്. 2, നമുക്കറിയാം, യാക്കോബ് തന്റെ സഹോദരനോട് നിരന്ന് യാഗപീഠം പണിത് ദൈവസന്ധിയിൽ തന്റെ ഉടമ്പടിയെ പുതുക്കിയ ഇടമാണ് ശെഖേം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തോടും സമസൃഷ്ടങ്ങളോടും
അനുരഞ്ജനപ്പെടുന്ന, ഉടമ്പടി പുതുക്കുന്ന ഇടമാണ് ശെഖേം എന്ന് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ആ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ഈ മണ്ണിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഇതൊരു ശെഖേമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ പോലെ ഇതൊരു പുണ്യയിടമാണ്. ഒരു ഭക്തന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ട ഇടമാണ്. ഇതിനെക്കുറിച്ച് ദൈവത്തിന് ഒത്തിരി പ്രതീക്ഷയുണ്ട്. ഈ ഭദ്രാസനത്തോടും സഭയോടും ദൈവം ഉടമ്പടി ചെയ്ത ശെഖേമാണ് ഇടം. അതുകൊണ്ട് തന്നെ ഇന്ന് യോശുവ വിളിച്ചു കൂട്ടിയതുപോലെ അഭിനന്ദ തിരുമേനിയും ഭദ്രാസനത്തിന്റെ ഭാരവാഹികളും നമ്മളെ ഒരുമിച്ച് വിളിച്ചിരിക്കുകയാണ്. ഈ ശെഖേമിൽ നമ്മുടെ ഉടമ്പടിയെ പുതുക്കുന്നതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ച ജനം തങ്ങളുടെ ഉടമ്പടി പുതുക്കുവാൻ, തങ്ങളുടെ വീഴ്ചകളെ ഏറ്റുപറയുവാൻ ഇതിനേക്കാൾ ഉചിതമായ ഒരിടം ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ വളരെ വേഗം 3 കാര്യങ്ങൾ, ഹൗ ഡു വി റിന്യൂ ദിസ് കവനന്റ്, എങ്ങനെയാണ് ഇന്ന് ഈ സന്ധിയിൽ നമുക്ക് ഉടമ്പടി പുതുക്കുവാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് നാം ദൈവസന്ധിയിൽ ഈ ഉടമ്പടി പുതുക്കുക. 3 ലളിതമായ ഓർമ്മപ്പെടുത്തലുകളാണ് ഇന്ന് ദൈവസന്ധിയിൽ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുകയാണ് എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3 ലളിതമായ ഓർമ്മപ്പെടുത്തലുകൾ. 1, ഹൗ ഡു വി റിന്യൂ ദ കവനന്റ്. 1, റീവിസിറ്റ് യുവർ ഫെയിലിയേഴ്സ്. നമ്മുടെ വീഴ്ചകളെ ഒന്ന് പുനഃസന്ദർശിക്കുക. റീവിസിറ്റ് യുവർ ഫെയിലിയേഴ്സ്. എന്താണ് അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനത്തിനുണ്ടായ അപജയം? പ്രധാനമായും വളരെ ലളിതമാണ്. ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ് ആൻഡ് ചേഞ്ചിങ് പ്രയോറിറ്റീസ്. മാറുന്ന സാഹചര്യങ്ങളിൽ മാറുന്ന സമർപ്പണം, മാറുന്ന മുൻഗണനകൾ എന്നുള്ളതാണ്. മാറുന്ന സാഹചര്യങ്ങളിലെ മാറുന്ന മുൻഗണന. പ്രിയമുള്ളവരെ, നമുക്കറിയാം മിസ്രൈമിലെ അടിമത്തത്തിൽ കഴിഞ്ഞ ഒരു ജനം ഇനിയൊരു വിടുതൽ ഉണ്ടാകിയില്ല എന്ന് ദൈവസന്ധിയിൽ നെടുവീർപ്പോടെ കരഞ്ഞ ജനം, ഇനിയും സ്വാതന്ത്ര്യത്തിന്റെ ദിനങ്ങൾ ഞങ്ങൾക്ക് ഒരിക്കലും ലഭിക്കുകയില്ല, ഈ മിസ്രൈമിൽ ഞങ്ങളുടെ അവസാനമാണ് എന്ന് കരുതിയ ഒരു ജനം, അത്ഭുതകരമായി ദൈവം അവരെ വിടുവിച്ചു. ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണമായി വാഗ്ദത്ത നാട്ടിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്നെത്തിക്കുകയാണ്. മുൻപിൽ ചെങ്കടലും പിന്നിൽ ഫറവോന്റെ സൈന്യവും ഒരുപോലെ അവരുടെ ജീവന് ഭീഷണിയായി തീർന്ന സാഹചര്യങ്ങളിൽ അത്ഭുതകരമായ വഴി ദൈവം വെട്ടി തുറന്ന് അവരെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പിച്ചു. പ്രിയമുള്ളവരെ, മരുഭൂപ്രയാണത്തിന്റെ വൈഷമ്യമുള്ള എല്ലാ അനുഭവങ്ങളിലും പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും കൂടെ നടന്നൊരു ദൈവം, പകലത്തെ ചൂട് അവരെ തളർത്താതെ വണ്ണം മേഘസ്തംഭമായി കൂടെ നടന്ന ദൈവം, രാത്രിയിൽ അവർക്ക് വെളിച്ചത്തൂണായി കൂടെ നടന്ന ദൈവം, ഇപ്പോൾ അവർ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ വായിക്കുന്ന പോലെ പാലും തേനും ഒഴുകുന്ന ദേശം ദൈവം അവർക്ക് നൽകിയിരിക്കുകയാണ്. ഈ അനുഭവങ്ങളെല്ലാം കൂടെ നടന്ന ഒരു ദൈവമുണ്ട്. അവർക്ക് പലതരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത ഒരു ദൈവം എന്നാണ് അവർ വിശേഷിക്കുന്നത്. അവർ ഒരു നാടോടി സമൂഹമായിരുന്നു. They were a nomadic community. എന്നാൽ ഇപ്പോൾ കനാൻ ദേശത്തിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുകയാണ്. കനാൻ ദേശം നമുക്കറിയാം, അവിടെ ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലമാണ്. അലഞ്ഞിടക്കുന്നവർക്ക് ഒരിക്കലും കൃഷി ചെയ്യാൻ സാധിക്കില്ല, അല്ലേ? എവിടെയെങ്കിലും ഒരു വർഷമെങ്കിലും താമസിച്ചാലേ അവിടെ ഒരു കപ്പയെങ്കിലും ഇടാൻ കഴിയുള്ളൂ, നമുക്കറിയാം. അപ്പോൾ കനാൻ ദേശത്തേക്ക് വന്നപ്പോൾ അവിടെ ദീർഘനാളുകളായി അവിടെ പാർക്കുന്ന ഒരു ജനമുണ്ട്, അവിടെ കൃഷി ചെയ്യുന്ന ഒരു സംസ്കാരമുണ്ട്. ഇപ്പോൾ വാഗ്ദത്ത നാട്ടിൽ അവർ ഒരു സെറ്റിൽഡ് കമ്മ്യൂണിറ്റിയായി തീർന്നിരിക്കുകയാണ്. അവരും അവിടുത്തെ ജീവന മാർഗങ്ങൾ അവരും പങ്കുചേരുകയാണ്, അവരും അത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ അവർക്ക് ഇതാ പുതിയ നാട്ടിലെ കനാൻ ദേശത്തിലെ ദൈവങ്ങൾ കുറെ കൂടെ അവർക്ക് മെച്ചമായി തോന്നി, അവർ കുറെ കൂടെ സ്വീകാര്യമായി തോന്നി. കാരണം അലഞ്ഞിരിഞ്ഞു നടന്ന ഒരു സമൂഹത്തിന് അവരോടൊപ്പം യാത്ര ചെയ്യുന്ന, യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമാണ് അവർക്ക് ഏറ്റവും സ്വീകാര്യമായി തോന്നിയതെങ്കിൽ, ഇപ്പോൾ സമൃദ്ധിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ അവർ സെറ്റിൽഡ് കമ്മ്യൂണിറ്റി ആയി തീർന്നപ്പോൾ കുറെ കൂടെ വിളവ് നൽകുന്ന, കുറെ കൂടെ അഭിവൃദ്ധി നൽകുന്ന, സമൃദ്ധി നൽകുന്ന സമൃദ്ധിയുടെ ദൈവങ്ങൾ അവർക്ക് സ്വീകാര്യമായി തീരുകയാണ്. പ്രിയമുള്ളവരെ, അവിടെ ദൈവസങ്കല്പം തന്നെ മാറുകയാണ്.
അവിടെ ദൈവവിചാരം മാറുകയാണ്, അതിൻ്റെ സ്വഭാവം മാറുകയാണ്, അവിടെ സമർപ്പണം മാറുകയാണ്. എന്താണ് അവർക്ക് പറ്റിയ അപജയം? വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. ഒന്ന്, അത് ലാഭനഷ്ടങ്ങളുടെ ആത്മീയതയാണ്. എ മെറ്റീരിയലിസ്റ്റിക് ഫെയ്ത്ത്. കൂടുതൽ വിളവ് നൽകുന്ന ഒരു ദൈവം, അവർ അനുഭവിച്ച ദൈവിക രക്ഷ അവർ മറന്നുപോവുകയാണ്. അനുഗ്രഹങ്ങൾ തേടിയുള്ള പരക്കം പാച്ചിലിൽ ഇന്നലകൾ നടത്തിയ ദൈവത്തെ അവർ മറന്നുപോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ നാം ഇരിക്കുമ്പോൾ ഒരുപക്ഷെ ഇതര സമൂഹങ്ങൾ അനുഭവിക്കാത്ത ഒരുപാട് ഭൗതിക നേട്ടങ്ങളും അനുഗ്രഹങ്ങളും ഒരുപാട് ദൈവിക പരിപാലനയും അനുഭവിച്ചിട്ടുള്ളവരാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ഒരുപക്ഷെ ജീവിതം ആരംഭിച്ചപ്പോൾ സ്വപ്നം കാണാത്ത അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നൽകിയിട്ടുള്ള ഒരു സമൂഹമാണ് എന്നെ കേൾക്കുന്നത് എനിക്ക് നന്നായി അറിയാം. എന്നാൽ ഞാൻ വളരെ ആത്മാർത്ഥമായി ചോദിച്ചോളട്ടെ, സുവിശേഷത്തെ പ്രതി എന്തെങ്കിലുമൊക്കെ നഷ്ടം നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? നാം ഓർക്കണം, ഭാരത മണ്ണിലെ ആദ്യ തദ്ദേശീയ മിഷൻ അത് ആരംഭിച്ചത് മാർത്തോമ സഭയാണ് എന്ന് മറന്നു പോകരുത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്ത് എത്രയോ അഭ്യസ്തവിദ്യരായ യുവാക്കൾ, അന്നത്തെ കാലത്ത് വിരലിലെണ്ണാവുന്ന ഗ്രാജുവേറ്റ്സ് പോലുമില്ലാത്ത ഒരു ദേശത്ത് നിന്ന് ഉന്നതമായ വിദ്യാഭ്യാസം കൈവരിച്ച ചെറുപ്പക്കാർ തങ്ങളുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവിതങ്ങളെ നഷ്ടപ്പെടുത്തി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു സഭയാണ് നമ്മുടെ എന്ന് മറന്നു പോകരുത്. CG അലക്സാണ്ടർ അച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ, അച്ഛൻ ഈ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിറങ്ങിയപ്പോൾ ഒരാൾ പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്, കുഞ്ഞെ നിന്റെ ആയുസ് നീ വെറുതെ കളഞ്ഞല്ലോടാ എന്ന്. അങ്ങനെ ആയുസ് വെറുതെ കളഞ്ഞ ധാരാളം ചെറുപ്പക്കാർ ഉണ്ടായിരുന്ന ഒരു സഭയാണ് നമ്മുടേത് എന്ന് മറന്നു പോകരുത്. തങ്ങൾക്കുള്ള സമ്പാദ്യങ്ങൾ കണക്ക് നോക്കാതെ നൽകിയ പൂർവ്വ മാതാപിതാക്കളുടെ സഭയാണ് നമ്മുടേത് എന്ന് മറന്നു പോകരുത്. പിടിയരുടെയും പ്രിയമുള്ളവരെ, ഞെരുക്കത്തിന്റെ അനുഭവങ്ങളിൽ ദൈവം നൽകിയ നന്മകളെ യാതൊരു സങ്കോചവും കൂടാതെ പങ്കുവെക്കുവാൻ ഉള്ള മനസ്സുണ്ടായിരുന്ന മാതാപിതാക്കളുടെ സഭയാണ് നമ്മുടേത് എന്ന് മറന്നു പോകരുത്. എന്നാലും നമ്മൾ വളരെ സങ്കുചിത മനോഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ്. We become so individualistic. We become so materialistic. നമ്മുടെ പ്രാർത്ഥനകൾ ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ ചിന്തകളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ ചർച്ചകളിലും നമ്മുടെ പ്രാർത്ഥനകളിലും ദൈവരാജ്യമോ സഭയോ സുവിശേഷ വിലയോ ഇല്ല എന്ന് നമ്മൾ വളരെ സങ്കടത്തോടെ നമ്മൾ ഏറ്റുപറഞ്ഞേ മതിയാകൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയാണ്? എത്രയും പെട്ടെന്ന് സെറ്റിൽഡ് ആകുന്നതിന് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ ഇങ്ങനെ ശ്രമിക്കുക. ഒരിക്കൽ ഒരു പിതാവ് എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ, എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും എൻ്റെ മോളെ മെയിൽ നേഴ്സിങ്ങിന് വിടണം. മോളെ മെയിൽ നേഴ്സിങ്ങിന്. ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, മെയിൽ നേഴ്സിങ്ങിന് ഇപ്പം ഏതോ രാജ്യത്ത് ഭയങ്കര സ്കോപ്പാണ്, അതുകൊണ്ട് മോളെ മെയിൽ നേഴ്സിങ്ങിന് വിടണം. അങ്ങനെ എത്രയും വേഗം സെറ്റിൽഡ് ആകുക, എത്രയും വേഗം എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പറ്റുക. പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകളിലൊന്നും ദൈവരാജ്യ ശുശ്രൂഷകളോ നമ്മുടെ ചിന്തകളിലൊന്നും ദൈവിക പ്രതീക്ഷകളെക്കുറിച്ചുള്ള ഭാരമോ ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ മതി. നമുക്കൊരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, പണം, ദൈവം നൽകിയിട്ടുള്ള ഈ സമൃദ്ധിയൊക്കെ നഷ്ടപ്പെടാതെ എപ്പോഴും കൂടെ നിൽക്കണം എന്നുള്ള ചിന്തയല്ലാതെ മറ്റൊന്നും നമ്മളെ ഭരിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഒരിക്കലൊരു കുട്ടി, അവന് ഒരു സൈക്കിൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അമ്മ പറഞ്ഞു, കുഞ്ഞെ നീ പ്രാർത്ഥിച്ചോ, ദൈവം തരും. അപ്പോൾ അവനങ്ങനെ പ്രാർത്ഥന തുടങ്ങി. ഒരു ദിവസം പ്രാർത്ഥിച്ചു, കിട്ടിയില്ല. 2 ദിവസം പ്രാർത്ഥിച്ചു, കിട്ടിയില്ല. 3-ാം ദിവസവും പ്രാർത്ഥിച്ചു, കിട്ടിയില്ല. അവനാകെ സങ്കടമായി, ദേഷ്യം വന്നു. അവൻ നേരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ കഥ, നേരെ ഒരു മാതാവിൻ്റെ രൂപക്കൂട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി അവിടെ ഇരുന്ന മാതാവിൻ്റെ രൂപം എടുത്തുകൊണ്ട് വീട്ടിൽ വന്നു. മാതാവിൻ്റെ പ്രതിഭ കന്യക മറിയമിൻ്റെ. എന്നിട്ട് അവൻ നേരെ വെച്ച് പിടിച്ചത് പള്ളിയിലേക്കാണ്. അവിടെ ക്രൂശിത രൂപത്തിൽ യേശുണ്ട്. ക്രൂശിത രൂപത്തിന് മുമ്പിൽ ചെന്ന് പറഞ്ഞു, മിസ്റ്റർ യേശു, താങ്കളുടെ അമ്മ എൻ്റെ കസ്റ്റഡിയിലാണ്, വിട്ടുകിട്ടണമെങ്കിൽ മര്യാദയ്ക്കൊരു സൈക്കിൾ തരണം. അപ്പോൾ അങ്ങനെ ബാർഗെയിനിങ്ങുകളാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ.
അത്തരത്തിൽ വിലപേശലുകളായി തീരാറുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ. പത്രോസ് ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ എല്ലാം വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനക്രമം, നമ്മുടെ വിശുദ്ധ കുർബാനയുടെ തക്സ, ഇതൊക്കെ ഒരു പേഴ്സിക്യൂട്ടഡ് കമ്മ്യൂണിറ്റിയുടെ പ്രാർത്ഥനകളാണ്. പീഡനത്തിലൂടെ കടന്നുപോയ ഒരു സമൂഹത്തിൻ്റെ പ്രാർത്ഥനകളാണ്. ഞെരുക്കത്തിലൂടെ കടന്നുപോയ ഒരു സമൂഹത്തിൻ്റെ പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് അതിൻ്റെ അകത്തൊരു ആത്മതപനമുണ്ട്, അതിൻ്റെ അകത്തൊരു നെടുവീർപ്പുണ്ട്, അതിൻ്റെ അകത്തൊരു കരച്ചിലിൻ്റെ ഏങ്ങലടി ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അതായിരുന്നു നമ്മുടെ ആത്മീയത എന്ന് മറന്നു പോകരുത്. ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത, ദൈവം മുൻഗണനയായിരുന്ന, കണക്ക് നോക്കാതെ ജീവിതങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച, തങ്ങളുടെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിഞ്ഞു കളഞ്ഞ മാതാപിതാക്കളുടെ സഭയാണ് നമ്മുടേതെന്ന് മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള അമ്മമാരെ, അങ്ങനെയുള്ള പിതാക്കന്മാരെ ഈ സഭയ്ക്ക് ആവശ്യമുണ്ട് എന്ന് മറന്നു പോകരുത്. ഹൃദയനുറുക്കത്തോടെ നമുക്ക് അടുത്ത് വരാം. ഇന്ന് നമ്മൾ ഒരു അഫ്ലുവൻറ്റ് കമ്മ്യൂണിറ്റി ആയി തീർന്നപ്പോൾ, ദൈവം തമ്പുരാൻ സ്വപ്നങ്ങളാത്ത സമൃദ്ധിയും അനുഗ്രഹങ്ങളും നമുക്ക് നൽകി കഴിഞ്ഞപ്പോൾ നമ്മുടെ മുൻഗണനകൾ മാറിപ്പോയെന്ന് നാം മറന്നു പോകരുത്. രണ്ട്, എന്താണ് അവർക്കുണ്ടായ വീഴ്ച? റൂട്ടഡ് അല്ലാതെ പോകുന്ന, വേരുകളില്ലാതെ പോകുന്ന എ സ്പിരിച്വാലിറ്റി ഓഫ് കോംപ്രമൈസ് എങ്ങനെയും ആകാവുന്ന ഒരു ആത്മീയത. അബ്രഹാം മുതലുള്ള വാഗ്ദത്തം യോശുവ അവരെ ഓർപ്പിക്കുകയാണ്. അവിടെ പറയാണ്, ഇതിങ്ങനെ വെറുതെ ഉണ്ടായതല്ല, ഒരു വിശ്വാസ അടിത്തറയിലാണ് നാം പണിയപ്പെടുന്നത് എന്ന് മറന്നു പോകരുത്. ഉപരിവിപ്ലവമായ ഒരു സമർപ്പണമോ ഒരു ആത്മീയ പൈതൃകമോ അല്ല നമുക്കുള്ളത് എന്ന് മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളുടെ സമർപ്പണത്തെ നാം ഓർക്കണം. ഇവിടെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ ഞാൻ പഴയതിനെല്ലാം മഹത്വവൽക്കരിക്കുകയാണെന്ന് കരുതരുത്. നിരന്തരം നവീകരിക്കപ്പെട്ടിട്ടാണ് സഭ. പക്ഷേ വി ആർ ബിൽഡിംഗ് ഓൺ എ സ്പിരിച്വൽ ലെഗസി എന്ന് മറന്നു പോകരുത്. നമ്മൾ ഒരു ആത്മീയ പൈതൃകത്തിന്മേൽ ഈ സഭയെ കെട്ടുപണിയാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് എന്ന് മറന്നു പോകരുത്. ഈ നാടിന് ഒരു ആത്മീയ പൈതൃകമുണ്ട്. അനീഷ് ബെഞ്ചമിൻ സാർ ഇവിടെയുണ്ട്. സാർ ഒരിക്കൽ പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. പണ്ട് മുത്താമ്പാക്കലെ ചാപ്പലിൽ ആണ് ആ ഭാഗത്തെ സേവിയാ സംഘം മീറ്റിങ്ങുകൾ കൂടിക്കൊണ്ടിരുന്നത്. അപ്പോൾ സാറ് കുഞ്ഞൊക്കെ ആയിരുന്ന സമയത്ത് അവിടുന്ന് ചിലപ്പോൾ ഏങ്ങലടി ശബ്ദമൊക്കെ കേൾക്കും, കരച്ചിലിൻ്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ സാറ് പെട്ടെന്ന് പേടിച്ച് ഓടിച്ചെന്നിട്ടുണ്ട്, എന്താ സംഭവിക്കുന്നത്, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആർക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ സേവ്യാസംഘം മീറ്റിങ്ങുകളിലിരുന്ന് അമ്മമാർ നെഞ്ചത്തടിച്ച് കരഞ്ഞ ശബ്ദമായിരുന്നു അത്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള കരച്ചിലുകൾ നിന്നുപോയി. നമ്മൾ വളരെ അഭിമാനത്തോടെ പറയും, നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണീരാണ് ഇന്നീ കാണുന്ന അനുഗ്രഹങ്ങളുടെ എല്ലാം അടിസ്ഥാനമെന്ന്. ഞാൻ ചോദിച്ചോളട്ടെ, ഹൗ ഫാർ ഡു വി ഇൻവെസ്റ്റ് ഫോർ അവർ ചിൽഡ്രൻ? അങ്ങനെയെങ്കിൽ നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എത്രമാത്രം നിക്ഷേപിക്കുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. ഇന്ന് താൻ പോരുമയുടെ, തങ്ങൾക്ക് തങ്ങൾ മതി, ആർക്കും ആരുടെയും സഹായമൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ പണമുണ്ട്, നമ്മുടെ സോഷ്യൽ ക്യാപിറ്റലുണ്ട്, നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം നമ്മുടെ കയ്യിലുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം എങ്ങനെയാണ് ഈ വലിയ പൈതൃകം ഏറ്റെടുക്കുക? ഒരിക്കലും സാധിക്കില്ല. ഞാൻ വളരെ പെട്ടെന്ന് പോവുകയാണ്. 3, എവിടെയാണ് അവർക്ക് വീഴ്ച സംഭവിച്ചത്? ഇറോഷൻ ഓഫ് വാല്യൂസ്, മൂല്യശോഷണം. ന്യായപ്രമാണം പ്രകാരം ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണവർ. എന്നാൽ എന്താണ് ഈ പുതിയ ദൈവങ്ങളുടെ പ്രശ്നം? ദൈവം തീഷ്ണതയുള്ള ദൈവമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? വൈ ഈസ് ഗോഡ് സോ സെലസ്? എന്തുകൊണ്ടാണ് ദൈവം തീഷ്ണമുള്ള ദൈവമായിരിക്കുന്നത്? നമുക്കറിയാം, ന്യായപ്രമാണ പ്രകാരം ജീവിക്കാൻ വിളിക്കപ്പെട്ടവർ, അവർ തെറ്റെന്ന് അവരെ വിശ്വസിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്ത പല കാര്യങ്ങളും സാരമില്ല എന്നും അതൊന്നും കുഴപ്പമില്ല എന്നും ഉള്ള ഒരു ജീവിതക്രമം അവിടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പം അത് വളരെ എളുപ്പമല്ലേ? കുറെ കൂടെ സന്തോഷം നൽകുന്നതാണ്. അവർ തെറ്റെന്ന് വിശ്വസിച്ച പലതും സാരമല്ല എന്ന് പറയുന്ന ഒരു കാലം അവർക്ക് വരുമ്പോൾ കുഴപ്പമില്ല. ഇന്നൊരു പക്ഷേ ഇന്നത്തെ കാലത്തോട് ചേർന്ന് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. എവറിതിങ് ഈസ് പെർമിസീവ് നൗ. ഇന്നെല്ലാം കുഴപ്പമില്ല. റിലീജിയൻ ഒരു എന്റർടൈൻമെന്റ് ആയി തീരുന്ന ഒരു അപജയം ഒരുപക്ഷെ ആ കാലത്തും അതുണ്ടായിരുന്നു. റിലീജിയൻ ഒരു എന്റർടൈൻമെന്റ് ആയി തീരുകയാണ്. നമുക്ക് കുറച്ച് ചിരിക്കണം, കുറച്ച് കരയണം, കാമ്പില്ലാതെ പോകുന്ന അവസ്ഥ.
കുറച്ചുകൂടെ കഴിയുമ്പോൾ അടുത്ത തലമുറയെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഓരോരുത്തരും താൻ ബോധിച്ചതുപോലെ ചെയ്ത കാലം, അവരവരുടെ മാത്രം ശരികൾ ഉള്ള കാലം. പ്രിയമുള്ളവരെ, ഒരു കാലത്ത് തെറ്റെന്ന് നമ്മെ പഠിപ്പിച്ച പല കാര്യങ്ങളും ഇന്ന് ഈ കാലത്ത് ഇങ്ങനെയൊക്കെയല്ലേ? പിള്ളേരായാൽ ഈ കാലത്ത് ഇങ്ങനെയൊക്കെയാണ്. സോഷ്യൽ ഡ്രിങ്കിങ് ഒക്കെ വളരെ സാധാരണമായി തീർന്ന കാലം. ഒരു കാലത്ത് പാത്ത് ചെയ്തിരുന്ന പലതും ഇന്ന് വളരെ പരസ്യമായി പബ്ലിക് ഫോറത്തിൽ അതിന് സ്വീകാര്യത ലഭിക്കുന്ന ഒരു കാലത്തിലൂടെ നാം കടന്നു പോവുകയാണ്. വചനത്തിൽ ഓർപ്പിക്കുന്ന പോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛതകൾ അരങ്ങ് തകർക്കുന്ന ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾ വളരെ സങ്കടത്തോടെ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ആഘോഷങ്ങൾ എന്തിനും ആഘോഷമാണ്. നമ്മുടെ ഒരു ക്രിസ്മസ് കാലമാണ് കഴിഞ്ഞു പോയത്. സത്യസന്ധമായി നമ്മളൊന്ന് വിലയിരുത്തിയാട്ടെ, എന്താണ് ക്രിസ്മസിന്റെ പേരിൽ നമ്മൾ കാട്ടിക്കൂട്ടിയത്? നമ്മുടെ വിനോദങ്ങൾ ജീവിത വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിച്ച ഒരു സഭയാണിത്. മാർത്തോമ സഭയുടെ ഏറ്റവും വലിയ ശക്തീകരണം, പ്രത്യേകിച്ച് ഈ നാട് സഭയ്ക്ക് നൽകിയ ഒരു വലിയ ദർശനം, ഉൾക്കാഴ്ച, പേഴ്സണൽ പൈറ്റിയെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളാണ്. ജീവിത വിശുദ്ധിയെക്കുറിച്ച് യാതൊരു കോംപ്രമൈസുകളുമില്ലാതെ ശക്തമായി ഈ സഭയിൽ പ്രസംഗിച്ച സാധു കൊച്ചിൻ വിദുഷിയുടെയും ഭക്തരായ അനേകരുടെ മണ്ണാണിത് എന്ന് മറന്നു പോകരുത്. ഇന്ന് വിവാഹബന്ധങ്ങളുടെ പവിത്രത നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലം. റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ പിള്ളേർ ഉപയോഗിക്കുന്ന വാക്കാണ് സിറ്റുവേഷൻഷിപ്പ്. കേട്ടിട്ടുണ്ടോ? സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ അവസ്ഥയിലും ഉള്ള ബന്ധങ്ങളാണ്. ഓഫീസിൽ, വീട്ടിൽ, അയൽപക്കത്ത് സിറ്റുവേഷൻഷിപ്പ് എന്ന ഒരു വാക്കുണ്ട്. എവറിതിങ് ഈസ് പെർമിറ്റഡ് നൗ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് യോശുവ വിളിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ മുമ്പോട്ട് പോവുകയാണ്. യോശുവ ആരെ വിളിക്കുകയാണ്? അവിടെ പറയാണ് എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് സത്യസന്ധമായി ഏറ്റു പറയണം. വെളിപാട് പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഏതിൽ വീണു എന്ന് നിങ്ങൾ ഓർക്കണം. Where have you fallen? എവിടെ വീണു എന്ന് തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ കൺവെൻഷൻ യോഗങ്ങളിൽ അത്തരത്തിൽ ആഴമായ പാപബോധം നമ്മൾ ജനിപ്പിക്കണം. ഇല്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാ. ഞാൻ എരുപേര് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. നല്ല പ്രായമുള്ള അമ്മച്ചിയാണ്. അവിടെ ഒരു പ്രയാറ്റിയടവ് കൺവെൻഷനുണ്ട്. അമ്മച്ചി ഇങ്ങനെ നല്ല ഓർമ്മയുള്ള ആളായിരുന്നു. കൊച്ചിൻ വിദേശിയൊക്കെ വന്ന് പ്രസംഗിക്കുന്ന കാലത്തെക്കുറിച്ച് അമ്മച്ചി പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുകയാണ്. കൺവെൻഷൻ പ്രസംഗം നടക്കുമ്പോൾ അനേകർ മുമ്പിലേക്ക് ഓടി വരും. അയ്യോ, ഞാൻ തെറ്റ് ചെയ്തു പോയേ എന്ന് ദൈവസന്ധിയിൽ അലറി വിളിച്ച് കരയുന്ന നല്ല ഓർമ്മകൾ അമ്മച്ചി പങ്കുവയ്ക്കുന്ന ഓർക്കുന്നുണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ സഹോദരനോട് നിരക്കുന്ന, പരസ്യമായി നിരക്കുന്ന ഓർമ്മകൾ അമ്മച്ചി പങ്കുവെച്ചത് ഞാനിങ്ങനെ ഓർക്കുകയാണ്. മടിക്കുത്തിലിരുന്ന വെറ്റിലെയും പുകയിലെയും അവിടെ തന്നെ ഉപേക്ഷിച്ച് ഇനി ഞാനൊരു പുതിയ തീരുമാനമെടുക്കുന്നു ദൈവസന്ധിയിലേറ്റ് പറഞ്ഞിട്ടുള്ള വേദികളായിരുന്നു കൺവെൻഷൻ എന്ന് മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ചുള്ള ആത്മഭാരം ഈ കാലത്തുണ്ടാകണം. യോശുവ വിളിക്കുകയാണ്, ദിസ് ഈസ് ദ ടൈം. ഇനിയും നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊള്ളണം. എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം ചെയ്യേണ്ട കാലമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. ഞാൻ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിന്ന് ഒരു സമൂലമായ രൂപാന്തരം ആവശ്യമാണ്. രണ്ടാമത്തെ ഓർമ്മപ്പെടുത്തൽ, റീവിസിറ്റ് ദ മെമ്മറീസ് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ്. ദൈവിക പരിപാലനതയുടെ ഓർമ്മകളെ ഒന്ന് പുനഃസന്ദർശിക്കുക. യോശുവ അവരോട് കുറേ കാര്യങ്ങൾ വിവരിക്കുകയാണ്. ഒന്ന് അവരോട് പറയാണ്, യു ആർ ചോസൺ ബൈ ഗോഡ്. നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തതാണ്. അല്ലേ? നിങ്ങൾ ആ ഭാഗം വീട്ടിൽ പോയി വായിക്കണം. എത്ര വിശദമായിട്ട് കാര്യങ്ങൾ യോശുവ പറയാണ്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. നിങ്ങൾ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, മറിച്ച് അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തതിലൂടെ യു ആർ ബീങ് ചോസൺ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, മാർത്തോമാ സഭയിൽ ജനിക്കുവാൻ സാധിച്ചത് നമ്മളാരും വിനവ ചോസിറ്റ് അങ്ങനെ തിരഞ്ഞെടുത്ത ചിലർ ഇവിടെ കാണുമായിരിക്കും. പക്ഷേ നമ്മളെല്ലാവരും നമ്മൾ തിരഞ്ഞെടുത്തിട്ടല്ല, ദൈവത്തിന് മനസ്സോന്നിയോണ്ടാണ്. പ്രിയമുള്ളവരെ, ദൈവസന്ധിയിൽ ഓരോ ദിവസവും നന്ദി പറയണം.
ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ ജനിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. ദൈവത്തിന് തിരഞ്ഞെടുപ്പാണ്, ദൈവത്തിന് മനസ്സ് തോന്നിയതാണ്. 2, ദൈവിക വിടുതലിനെ കുറിച്ച് അവരോട് പറയുകയാണ്. ഡെലിവേർഡ് ദം. മോശ, ചെങ്കടൽ, ഈ കാര്യങ്ങളെല്ലാം വിവരിച്ച് പറയുന്നുണ്ട്. മുന്നിൽ മരണത്തെ കണ്ട ഇനി രക്ഷയില്ല എന്ന് അവർക്ക് തോന്നിയ എത്രയോ അനുഭവങ്ങളുണ്ട്. മാറായിലെ കയ്പ് നിറക്കാൻ കഴിയാതെ ദാഹിച്ച് വേളയുണ്ട്. മരുഭൂമിയിൽ ഒരു നേരത്തെ ഭക്ഷണം എങ്ങനെ ലഭിക്കുമെന്ന് ഓർത്ത് ഭാരപ്പെട്ട ദിനങ്ങൾ അവർക്കുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവരെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. പാട്ടുകാരൻ പാടിയ പോലെ, എങ്ങനെ ഇന്ന് നാളെ എന്തായിത്തീരുമെന്നോർത്ത് ആകുലപ്പെട്ട എത്രയോ ദിനരാത്രങ്ങൾ ഇന്ന് വിടിക്കുന്ന പലരുടെയും ജീവിതത്തിലുണ്ട്. എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ ഇന്ന് ദിവസം ഒന്ന് തള്ളി നീക്കുമെന്നോർത്ത് കരഞ്ഞ എത്രയോ നാളുകളുണ്ട്. നാളത്തെ ദിവസത്തെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നോർത്ത് ഭാരപ്പെട്ട എത്രയോ ദിനങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ദൈവിക വിടുതൽ അനുഭവിക്കാത്ത ആരും ഇന്നിവിടെയില്ല, ഈ ശബ്ദപരിധിക്കുള്ളിലില്ല എന്ന് ഞാൻ കരുതുകയാണ്. 3, യോശുവോട് പറയാണ്, ദൈവിക നടത്തിപ്പ് നിങ്ങൾ ഓർക്കണം. ഹൗ ഗോഡ് സസ്റ്റെയിൻ യു. ദൈവം അത്ഭുതകരമായി വിടുവിക്കുക മാത്രമല്ല, ഓരോ നിമിഷവും അത്ഭുതകരമായി പോറ്റി പുലർത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, 4, ദേശം നൽകി അവരെ അനുഗ്രഹിക്കുന്നത് അവരെ ഓർപ്പിക്കുകയാണ്. They were blessed with the nation, they were blessed with the land. അവർക്ക് ഭൗതികമായ അനുഗ്രഹങ്ങളും നന്മകളും നൽകി അവരെ അനുഗ്രഹിക്കുകയാണ്. എന്നിട്ട് യോശുവ ഒരു കാര്യം കൂടെ അവരെ ഓർപ്പിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം, ഇതെല്ലാം അനർഹമായ നന്മകളാണ്. You don't deserve this. ഇതെല്ലാം അനർഹമായ നന്മകളാണ്. ഒരു യോഗ്യതയുമില്ല കർത്താവേ പറയാൻ. എന്റെ പ്രാർത്ഥനയുടെ ആഴം കൊണ്ടോ, എന്റെ വിശ്വാസ തികവ് കൊണ്ടോ, എന്റെ സമർപ്പണം കൊണ്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ ലഭിച്ചിട്ടുള്ള പരിപാലനതയല്ല എന്ന് ദൈവസന്ധിയിൽ ഏറ്റുപറയുന്നവരാണ് ഭാഗ്യവാന്മാർ. ഇന്ന് ഈ സന്ധിയിൽ ശാന്തമായി ഇന്നലകൾ ദൈവം നടത്തിയതൊന്ന് നമ്മളൊന്ന് ഓർക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് വിളിക്കുന്ന ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജീവിതം ആരംഭിച്ചപ്പോൾ നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടതാണോ? ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ സുഭിക്ഷത ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ആരെങ്കിലുമൊക്കെ കണക്കൂട്ടിയതാണോ? ഒരിക്കലല്ല. അനർഹമായ നന്മകളാണെന്ന് ഓർക്കണം. നമ്മുടെ പ്രാപ്തി കൊണ്ട് നേടിയതാണോ ഇതെല്ലാം? അനർഹമായ നന്മകളാണ്. ഭവനവാഴുവിൻ്റെ ശുശ്രൂഷയിൽ ചൊല്ലുമ്പോൾ നമ്മുടെ കണ്ണു നിറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഞാൻ മണ്ണും ചാരവുമാകുന്നുവെന്നും ഇവിടെ പറഞ്ഞാട്ടെ, നിന്റെ കൃപയും സഹായം കൊണ്ടല്ലാതെ യാതൊന്നും ചെയ്തു പൂർത്തിയാക്കുവാൻ എനിക്ക് പ്രാപ്തിയില്ല എന്നും, നിന്റെ ഏറ്റവും ചെറിയ നന്മകൾ പോലും പ്രാപിപ്പാൻ ഞാൻ യോഗ്യതയില്ലാത്തവനായിരിക്കെ നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങളും കരുണകളും എൻ്റെ മേൽ വർഷിപ്പിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. ഞാൻ മണ്ണും ചാരവുമാ, ഇത്രയ്ക്കത്രയേ ഉള്ളൂ. ചെറിയ അനുഗ്രഹങ്ങൾ പോലും പ്രാപിക്കാൻ യോഗ്യത എനിക്കില്ല. എന്നിട്ടും ബഹുലമായ അനുഗ്രഹങ്ങൾ എൻ്റെ മേൽ ചൊരിയുകയാണ്. പ്രിയമുള്ളവരെ, ദൈവിക പരിപാലനത നാം ഓർക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ദൈവിക സന്ധാരണത്തിൽ, നടത്തിപ്പിൽ, പരിപാലനതയിൽ ആശ്രയിക്കാത്തോടത്തോളം കാലം നമുക്ക് ദൈവസന്ധിയിലുള്ള ഉടമ്പടി നമുക്ക് ഓർക്കാൻ കഴിയുകയില്ല. ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും കിട്ടുകയില്ല. എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ ജീവിതത്തിൽ നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും, ദൈവം തമ്പുരാന്റെ നടത്തിപ്പിൽ ആശ്രയിക്കാനുള്ള മനസ്സില്ലാത്തോളം കാലം നമുക്കൊരിക്കലും ജീവിതത്തിൽ നിറവുണ്ടാകുകയില്ല എന്ന് മറന്നു പോകരുത്. ബിലീവ് ഇൻ ഗോഡ്സ് പ്രൊവിഡൻസ്. എൻ്റെ പിതാവ് ഇന്നിവിടെയുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാക്യമാണ്, തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. 127 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത്, ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് പറയും, തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. അപ്പം അമ്മയ്ക്ക് ദേഷ്യം വരും, അങ്ങ് ഉറങ്ങി കിടന്നാൽ മതി, ഉറങ്ങുമ്പോൾ വാ നല്ല ഉറക്കെ പൊളിച്ചു പിടിക്കണം, അപ്പം ഉറക്കത്തിൽ കിട്ടും. പ്രിയമുള്ളവരെ, ഞാൻ മനസ്സിലാക്കുന്നു, ഉണർന്നിരുന്ന് അധ്വാനിക്കുന്നുണ്ട് മാത്രമല്ല, ഞാൻ ഉറങ്ങുമ്പോഴും എനിക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് നേടുന്നതല്ല ഇതെല്ലാം, മറിച്ച് ദൈവത്തിൻ്റെ പരിപാലനത എന്ന് പറയുന്നുണ്ട്. ഈ നാട്ടിൽ നിന്നുള്ള ഭക്തനായ മനുഷ്യൻ പാടി, കരയുന്ന കാക്കയ്ക്കും
വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നൊരു ദൈവം, ഏറിയ കുരുകളിനേക്കാൾ എന്നെ വിശേഷത്തുള്ളവനായി എണ്ണുന്ന ഒരു ദൈവമുണ്ട്. കൊച്ചുനേശിയുടെ ജീവിതത്തിലെ ഒരു വലിയ സംഭവം ഉണ്ടല്ലോ, നമ്മൾ അത് ഡോക്യുമെൻ്ററിയിലൂടെ കണ്ടു കാണും. അദ്ദേഹം ദൂരെ എവിടെയോ ഒരു പരസ്യയോഗത്തിന് പോയി മടങ്ങി വരുമ്പോൾ, വള്ളമിറങ്ങി കടത്തിറങ്ങി വരുമ്പോൾ അവിടെ നിന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പേർ അദ്ദേഹത്തെ കളിയാക്കുകയാണ്. കൊച്ചുകുഞ്ഞെ, വീട്ടിൽ വരുന്ന എല്ലാവർക്കും സദ്യ കൊടുക്കുന്നത് കേട്ടല്ലോ, ഞങ്ങളും വരട്ടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വന്നാട്ടെ, നിങ്ങൾക്കുള്ളത് ഒരുക്കിയിട്ടുണ്ട്. കൊച്ചുനേശി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വളരെ ക്രുദ്ധയായി നിൽക്കുന്ന ഭാര്യയുടെ മുഖമാണ് കാണുന്നത്. മറ്റൊന്നുകൊണ്ടല്ല, വീട്ടിൽ ഒരു സാധനവും ഇല്ല, ഒന്നും ബാക്കിയില്ല. വീട്ടിലുള്ളവർക്ക് കൊടുക്കാനുള്ള വിഭവം പോലും വീട്ടിലില്ല. ഇപ്പോഴാണ് നാട്ടുകാരെയും വിളിച്ച് സദ്യയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ ഭാരപ്പെട്ടു. ഇനി അവിടെ മുമ്പിൽ നാണക്കെടാൻ പോവുകയാണ്, അവിടെ മുമ്പിൽ ദൈവനാമം ദുഷിക്കപ്പെടാൻ പോവുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഭാരത്തോടെ നിൽക്കുമ്പോൾ കടവിൽ ഒരു ശബ്ദം കേട്ടു. കൊച്ചുകുഞ്ഞിൻ്റെ വീടാണോ, കൊച്ചുകുഞ്ഞിൻ്റെ വീടാണോ എന്നുള്ള ഒരു ശബ്ദം അദ്ദേഹം കേട്ടു. ചെന്ന് നോക്കിയപ്പോൾ തലേദിവസം വൈകിട്ട് ദൂരത്തു നിന്നൊരാൾ അദ്ദേഹത്തിന് നല്ല വിളവ് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച കാർഷിക വിളവ് ഈ ഭക്തനായ മനുഷ്യന് വേണ്ടി തലേദിവസം വൈകിട്ട് ഒരാൾ കൊടുത്തു വിട്ടതാണ്. എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ നമ്മുടെ ആവശ്യങ്ങൾ മുന്നമേ അറിയുന്ന ദൈവം നമ്മുടെ സകല ആവശ്യങ്ങൾക്കും മതിയാവനാണെന്ന് വിശ്വസിക്കണം. ബിലീവ് ഇൻ ഗോഡ്സ് പ്രൊവിഡൻസ്. അതുകൊണ്ടാണ് അദ്ദേഹം പാടിയത്, കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭംഗിയും ചാരുതയും നൽകുന്ന ഒരു ദൈവമുണ്ട്, ഭക്ഷണം നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം മതിയായവനാണെന്ന് ഓർക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഈ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് നമ്മളിങ്ങനെ വിരിഞ്ഞു കെട്ടി നിൽക്കുന്നത്. നോക്കിയേ, എല്ലാവരുടെയും ആരുടെ മുഖത്ത് ഒരു ചിരിയില്ല. കാരണം ഈ ദൈവിക നടത്തിപ്പിൻ്റെ ഓർമ്മകൾ നമ്മളങ്ങ് മറന്നുപോയി. നമുക്കൊരു സ്പിരിച്വൽ അംനേഷ്യ ഉണ്ടെന്ന് പറയാറുണ്ട്. ഞാൻ മോറിയ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത ആളാണ്. കോട്ട മോറിയ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. നമുക്കറിയാം, മകനെ യാഗം കഴിക്കാനായി അബ്രഹാം മകനുമായി നടന്നു നീങ്ങുമ്പോൾ ഒരു മകൻ ചോദിക്കുന്ന ചോദ്യം, എങ്ങനെയാണ് അപ്പൻ താങ്ങുക? അപ്പം എല്ലാം ഉണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെയാണ്? എന്താണ് ഒരു അപ്പൻ പറയേണ്ടത്? കുഞ്ഞെ, നിന്നെയാണ് യാഗം കഴിക്കാൻ പോകുന്നതെന്ന്. എങ്ങനൊരു അപ്പൻ വർഷങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ലഭിച്ച മകനെ എങ്ങനെയാ പറയുക? അപ്പൻ പക്ഷേ ഒരു സങ്കോചവും കൂടാതെ ഇങ്ങനെ പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും. ഹല്ലേലൂയ. ഇന്നിവിടെ അടുത്തിരിക്കുന്ന ആളിനോട് കൈ കൊടുത്തിട്ടൊന്ന് പറഞ്ഞേ, ദൈവം കരുതിക്കൊള്ളും. ഗോഡ് പ്രൊവൈഡ്സ്. ദൈവം മതിയായവനാണ്. അതുകൊണ്ട് ദൈവിക പരിപാലനതയിൽ ആശ്രയിക്കാനുള്ള ഒരു വിനയം നമുക്കുണ്ടാകേണ്ടത് വളരെ പ്രധാനമാണ്. ഈ ഭദ്രാസനം 2007 നേതൃത്വം നൽകിയൊരു സ്റ്റുഡൻസ് കോൺഫറൻസ് ഉണ്ട്. എൻ്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കോൺഫറൻസ് ആയിരുന്നത്. അതിൽ വത്സൻ തമ്പുവച്ചൻ, ഞാനിങ്ങനെ ഡിഗ്രി കഴിഞ്ഞു, ഇനി അടുത്തത് പോസ്റ്റ് ഗ്രാജുവേഷൻ എന്തിനു പോകണമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയം. ആ കോൺഫറൻസിൽ ഇതുപോലൊരു സന്ധ്യയിൽ അദ്ദേഹം മൈക്കിൽ കൂടി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വെൻ യു അസെൻഡ് യു വിൽ ഹാവ് എക്സ്പീരിയൻസസ് ആൻഡ് ദോസ് എക്സ്പീരിയൻസസ് വിൽ ബി യുവർ റിസോഴ്സസ്. ഐക്യപ്പെട്ടാൽ അനുഭവങ്ങൾ ഉണ്ടാകും, അനുഭവങ്ങൾ നിങ്ങളുടെ വിഭവങ്ങളായി തീരും. ഐക്യപ്പെട്ടവർക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാകണമെന്നില്ല, ബന്ധുബലം ഉണ്ടാകണമെന്നില്ല, ലോകത്തിൻ്റെ അംഗീകാരങ്ങൾ ഉണ്ടാകണമെന്നില്ല. പക്ഷെ അവരുടെ വിഭവമായി തീരുന്നത് ദൈവിക നടത്തിപ്പിൻ്റെ ഓർമ്മകളാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ സന്ധ്യയിൽ ഈ അനുഭവങ്ങൾ വിഭവങ്ങളാക്കി തീർത്തുന്ന ദൈവകൃപയിൽ എന്നെ തന്നെ സമർപ്പിച്ചത് ഞാനിങ്ങനെ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ വിഭവമാണ്. നല്ലൊരു ഉദാഹരണം വേദപുസ്തകത്തിൽ നിന്ന് തന്നെ പറയാം. ദാവീദും ശൗലും രണ്ടുപേരുടെയും മുമ്പിലുണ്ടായിരുന്ന പ്രതിസന്ധി ഒരാളായിരുന്നു ഗോലിയാത്ത്. ദൈവത്തോടുകൂടെ ചേർന്ന് വലിയ യുദ്ധങ്ങൾ വിജയിച്ച ആളാണ് ശൗൽ. പക്ഷേ ഗോലിയാത്തിന്റെ ആകാര ഭീകരത കാണുമ്പോൾ ശൗല് പേടിച്ച് കിടുകിടാ വിറച്ച് ഒളിച്ചിരിക്കുകയാണ്. ഇതേ ഗോലിയാത്തിനെ ദാവീദ് കാണുമ്പോൾ ദാവീദിന്റെ ആദ്യത്തെ പ്രതികരണം നമ്മൾ ഓർക്കണം. ദാവീദ് പറയുന്നത്, സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്നെ വിടുവിച്ച ദൈവം ഈ മല്ലിനെ നേരിടുവാനും എനിക്ക് മതിയായവനാണ്. ദാവീദ് താൻ ഇടയ ചെറുക്കനായിരിക്കുന്ന തന്നെ ഇന്നലകളിൽ സിംഹവും കരടിയും കൊന്നുതിനാനായി അടുത്തു വന്നപ്പോൾ വിടുവിച്ചൊരു ദൈവമുണ്ട്. ആ ഓർമ്മയാണ് ദാവീദിന്റെ ബലമെന്ന് പറയുന്നത്. ഉടമ്പടി സമൂഹം എങ്ങനെയാണ് തലമുറകളെ ഈ വിശ്വാസത്തിൽ നിർത്തുന്നത്? കുഞ്ഞുങ്ങളോട് പറയണം,
കുഞ്ഞെ, ദൈവം തന്നതാണിത്. കുഞ്ഞുങ്ങളോട് പറയണം, ഈ ദൈവം നല്ലവനാണെന്ന് പറയണം. അവിടെ ജീവിതത്തിൻ്റെ തളർച്ചകളുടെ മധ്യേ എൻ്റെ മാതാപിതാക്കളെ നടത്തിയ ദൈവം എനിക്കും മതിയാവനാണെന്ന് പറയുമ്പോഴാണ് അവർ ഈ ഉടമ്പടി ബന്ധത്തിൽ നിൽക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്ധ്യയിൽ ഭാരത്തോടെ വന്നിരിക്കുന്ന പലരും ഉണ്ടാകും. ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി ദൈവസന്ധിയിൽ വന്നിരിക്കുന്നവരുണ്ടാകാം. ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ, ദൈവം. അല്ലേ? പലപ്പോഴും നമ്മളോടൊക്കെ ചില ചോദിക്കും, എങ്ങനെയാ മോടെ കാര്യം, കുഞ്ഞിൻ്റെ ഭാവി എന്താ, എങ്ങനെ വീടിൻ്റെ കാര്യങ്ങൾ. നമുക്ക് പലപ്പോഴും ഉത്തരം പറയാൻ പറ്റാത്ത പോകുന്ന അനുഭവങ്ങളുണ്ടാകാം. അപ്പോഴൊക്കെ പറയണം, ഒറ്റ ഉത്തരവേ ഉള്ളൂ, ദൈവം. ദെയർസ് എ ഗോഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ഓർമ്മകളെ നമുക്ക് ശാന്തമായി ഒന്ന് അയവിറക്കാം. എത്രയോ അനുഭവങ്ങൾ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ ഈ രാത്രി പുലരുവോളം എത്രയോ അനുഭവങ്ങൾ പലർക്കും പറയാനുണ്ടാകും. ശാന്തമായി നിങ്ങളിൽ നിന്ന് ഓർക്കണം വിടുന്ന. ഇതാണ് നമ്മെ ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത്. ഇന്ന് ദൈവസന്ധിയിൽ ഒരു തീരുമാനമെടുക്കാനുള്ള നമ്മുടെ വിഭവം എന്ന് പറയുന്നത് ഈ ഓർമ്മകളാണ്. ഈ ഓർമ്മകൾ മതി ജീവിക്കാൻ. ഒരിക്കലും അധ്യാപകൻ ക്ലാസ്സിലെ കുട്ടികളോട് ലോകത്തിലെ 7 മഹാത്ഭുതങ്ങൾ എഴുതാൻ പറഞ്ഞു. ഇതൊക്കെ 7 മഹാത്ഭുതങ്ങൾ ഇതൊക്കെയാ. അന്ന് ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിരുന്നല്ലേ, ഫ്ലൂ വന്ന്. 7 മഹാത്ഭുതങ്ങൾ എന്തൊക്കെയാ? താജ്മഹൽ അല്ലേ, ടവർ ഓഫ് പിസ, അങ്ങനെ 7 അത്ഭുതങ്ങളുണ്ടല്ലേ. കുട്ടികളെല്ലാം വളരെ ഭംഗിയായി അതൊക്കെ എഴുതി. എന്നാൽ ഒരു കുട്ടി മാത്രം വളരെ വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് നൽകിയത്. അവൻ എഴുതി, 1 എനിക്ക് നടക്കാൻ കഴിയുന്നു, 2 എനിക്ക് ചിരിക്കാൻ കഴിയുന്നു, 3 എനിക്ക് സംസാരിക്കാൻ കഴിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ഈ തരംഗം വിഷൻ ആക്ഷൻ വരെ ഈ വർഷം കൺവെൻഷനായി വരാൻ ദൈവം ആരോഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു അത്ഭുതമാണ്. സ്തോത്രം പറയാൻ, ഹല്ലേലൂയ പറയാൻ നാവ് ഉയർന്നിട്ടുണ്ടെങ്കിൽ, കയ്യൂർ ദൈവത്തെ സ്തുതിക്കാൻ കരങ്ങൾ ഉയരുവാൻ ബലം നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു അത്ഭുതമാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ദൈവത്തിന്റെ വിശ്വസ്തയെ തിരിച്ചറിയണം. കൊച്ചു കൊച്ചു കാര്യങ്ങൾ. നമ്മളിങ്ങനെ അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക, അത്ഭുതങ്ങൾ തേടി ഇങ്ങനെ അലഞ്ഞു നടക്കുക. എവിടെയാണ് അത്ഭുതം? അത്ഭുതം നമ്മുടെ വീട്ടിലാണ്, നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്, നമ്മുടെ ആലയത്തിലുണ്ട്. ജീവിതം ഒരു അത്ഭുതം. പ്രിയമുള്ളവരെ, ചെറുതും വലുതുമായ നന്മകളെ നമ്മൾ ഓർക്കണം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശ്രാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് പറയുമ്പോൾ മറക്കാതിരിക്കണമെങ്കിൽ ഓർക്കണം, ഓർത്തുകൊണ്ടേയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ട് കുറേ കൂടെ കൃതജ്ഞതാഭരിതമാകട്ടെ നമ്മുടെ ജീവിതം. നന്ദി കൊണ്ട് നിറയട്ടെ, ദൈവസ്നേഹത്താൽ നിറയട്ടെ. ഓരോ നിമിഷവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഇത്ര അത്ഭുതകരമായി എന്നെ പോറ്റി പുലർത്തുന്നു. ദൈവിക പരിപാലനതയിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മൾ കൂട്ടിവെച്ചിട്ടുള്ള FDകളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജോലിയും നമ്മളുടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ പിഴച്ചു പോകുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലൂടെ ഉണ്ടായി, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായി. ദൈവമല്ലാതെ മറ്റാരും നമ്മെ സഹായിക്കാനില്ല എന്ന് തിരിച്ചറിയണം. ഈ ഒരു വിനയമുണ്ടാകട്ടെ. അതാകട്ടെ നമ്മെ ഈ സന്ധിയിൽ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത്. 2 കാര്യങ്ങൾ പറഞ്ഞു. 1, റീവിസിറ്റ് യുവർ ഫെയിലിയേഴ്സ്, ഏതിൽ വീണു എന്ന് ഓർക്കുക. 2, റീവിസിറ്റ് the memories of divine providence, ദൈവിക പരിപാലനതയുടെ ഓർമ്മകളെ ഒന്ന് പുനർസന്ദർശിക്കുക. 3, റീവിസിറ്റ് യുവർ കമ്മിറ്റ്മെൻറ്റ്, നിങ്ങളുടെ സമർപ്പണ ബോധ്യങ്ങളെ ഒന്ന് പുനർസന്ദർശിക്കുക. യോശുവ 24-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രൈമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ. ഇന്ന് ഈ സന്ധിയിൽ ഒരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടുള്ളണം. ഡിഫൈൻ യുവർ കമ്മിറ്റ്മെൻറ്റ്. നിങ്ങളുടെ സമർപ്പണത്തെ ദൈവസന്ധിയിൽ നിർവചിക്കുക. കർത്താവേ, എല്ലാറ്റിനേക്കാൾ ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റു പറയുവാൻ നമുക്കിടയായിത്തീരണം. 3 കാര്യങ്ങൾ. 1, മേക്ക് ദ റൈറ്റ് ചോയ്സ്, ശരിയായ തിരഞ്ഞെടുപ്പ്.
AR റഹ്മാന് ഓസ്കാർ അവാർഡ് കിട്ടിയ സന്ധിയിൽ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ലൈഫ് ഈസ് ഓൾ അബൌട്ട് ചോയ്സസ് ആൻഡ് ഐ ഹവ് മേഡ് ദ റൈറ്റ് ചോയ്സ് ആൻഡ് ദാറ്റ്സ് വൈ ഐ എം ഹിയർ. ജീവിതം മുഴുവൻ തെരഞ്ഞെടുപ്പുകളുടെ ഒരു വലിയ ഘോഷയാത്രയാണ്. ഞാൻ ശരിയായ തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ നടത്തി. അതുകൊണ്ടാണ് ഈ സന്ധിയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, വാട്ട് വി ചൂസ് ഡിറ്റർമിൻസ് വാട്ട് വി ആർ. നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നോ അതാണ് നമ്മെ നിർവചിക്കുന്നത്, നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുന്നത്. ഇവിടെ യോശുവോട് പറയുകയാണ്, യു ഹാവ് ടു മേക്ക് ദ ചോയ്സ്. ഇന്ന് ഈ സന്ധിയിൽ വളരെ കൃത്യമായി നമ്മുടെ സമർപ്പണത്തെ നാം നിർവചിക്കണം. എലിയാ പറഞ്ഞ പോലെ ഒരേ സമയത്ത് അല്ലേ ബാലിനെയും യഹോവയും നിങ്ങൾക്ക് സേവിക്കാൻ സാധ്യമല്ല. കർത്താവ് പറഞ്ഞ പോലെ മാമോനെയും ദൈവത്തെയും ഒരേ സമയത്ത് സേവിക്കാൻ സാധ്യമല്ല. മേക്ക് എ ക്ലിയർ ചോയ്സ്. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു ഓർമ്മ അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയുമാണ്, അല്ലേ? രണ്ടുപേരും ഒരുമിച്ച് യാത്ര തിരിച്ചവരാണ്. രണ്ടുപേരും ദൈവിക അനുഗ്രഹങ്ങൾ ഈ യാത്രയിൽ സ്വീകരിച്ചവരാണ്. ദൈവിക ഇടപെടൽ അനുഭവിച്ചവരാണ്. രസകരമായി വേദപുസ്തകം അത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എന്താണ് വായിക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് അവർക്ക് എടുക്കേണ്ടി വരുന്ന, ഒരു തീരുമാനമെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. ലോത്ത് തലപൊക്കി നോക്കിയാറേ സൊദോം ഗൊമോറ ഫലഭൂഷ്ടിയുള്ള ഇടമാണെന്ന് കാണുന്നു. ലോത്ത് വാസ് കൺസേൺഡ് അബൌട്ട് റേസിംഗ് അപ്പ് ഹിസ് കാറ്റിൽസ്. ലോത്ത് തൻ്റെ കന്നുകാലികളെ വളർത്തുന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. നമ്മൾ അബ്രഹാമിനെ കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് യാഗപീഠം പണിത് ദൈവമുഖത്തേക്ക് നോക്കി. ഹല്ലേലൂയ! എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവമുഖത്തേക്ക് നോക്കിയ അബ്രഹാമും ലോകത്തിലേക്ക് നോക്കിയ ലോത്തും നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തമാണ്. ചൂസിങ് ദ ഇംപെറിഷബിൾ, നഷ്ടപ്പെട്ടു പോകാത്ത, നശിച്ചു പോകാത്ത, യേശു പറയുന്നത് പോലെ ആർക്കും അപഹരിക്കാൻ കഴിയാത്ത തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഇന്ന് ഈ സന്ധിയിൽ നമ്മൾ പറയണം, ദൈവമില്ലാത്ത സന്തോഷങ്ങൾ എനിക്ക് വേണ്ട, ദൈവമില്ലാത്ത പണം എനിക്ക് വേണ്ട, ദൈവമില്ലാത്ത സ്ഥാനങ്ങൾ, ദൈവഹിത പ്രകാരമല്ലാത്ത സ്ഥാനങ്ങൾ എനിക്ക് വേണ്ട, ദൈവത്തിന് ഹിതകരമല്ലാത്ത ബന്ധങ്ങൾ എനിക്ക് വേണ്ട. മേക്ക് എ ചോയ്സ്. പ്രിയമുള്ളവരെ, അങ്ങനെയും ഇങ്ങനെയും എന്നൊന്നില്ല ക്രിസ്തീയ ജീവിതത്തിൽ. ദൈവസന്ധിയിൽ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് വിലയിരുത്തണം, ദൈവിക നന്മകളെ ഓർക്കണം. 3, മേക്ക് ദ റൈറ്റ് ചോയ്സ്. യോശുവ പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവുമോ. എന്തൊരു ധൈര്യം അല്ലേ! ഇന്ന് ഏത് അപ്പന്, ഏത് അമ്മയ്ക്കത് പറയാൻ സാധിക്കും? സംശയം. നമ്മുടെ കാര്യം തന്നെ പറയാൻ നമ്മളിങ്ങനെ ഒത്തിരി സങ്കോചപ്പെടുക. ഇന്ന് ഈ സന്ധ്യയിൽ പ്രിയമുള്ളവരെ, അപ്രകാരം തിരഞ്ഞെടുപ്പുകൾ പാളിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചില തെറ്റായ തീരുമാനങ്ങളെ ചൊല്ലി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ട്, എൻ്റെ ജീവിതം പോയല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒട്ടും വൈകിട്ടില്ല ദൈവ പൈതലേ. ദൈവസന്ധിയിൽ എന്നൊരു തീരുമാനമെടുക്കാം. ദൈവസന്ധിയിൽ ഒരു മടങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് അവർ ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസസ്. അവൻ അവസരങ്ങൾ നൽകുന്ന ദൈവമാണ്. ആരും എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പ്രതീക്ഷ കൈവിടരുത്. മേക്ക് ദ റൈറ്റ് ചോയ്സ്. ദൈവത്തെ തിരഞ്ഞെടുത്തുകൊള്ളുക. ചൂസ് ഗോഡ്. വളരെ ലളിതമാണ് ക്രിസ്തീയ ജീവിതം, വളരെ ലളിതമാണ്. ദൈവത്തെ തിരഞ്ഞെടുത്തുകൊള്ളുക. 71-ാം സങ്കീർത്തനത്തിൽ ഒത്തിരി സങ്കടങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ്, ദൈവസന്ധിയിൽ ഒത്തിരി പരിവേദനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് സങ്കീർത്തനക്കാരൻ പറയാണ്, ഒടുവിൽ അവൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, ഞാൻ തിരിച്ചറിയുന്നു, അത് മതി. എൻ്റെ വലങ്കൈക്ക് ഒരു ദൈവം പിടിച്ചിട്ടുണ്ട്. പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വലങ്കൈക്ക് പിടിച്ചിരിക്കുന്ന ഒരു ദൈവം. ആ ദൈവസന്ധിയിൽ നമുക്ക് തീരുമാനമെടുക്കാം, കർത്താവേ, ദൈവം ഇനി എനിക്ക് നൽകുന്ന ആയുസ് ദൈവത്തോട് ചേർന്നായിരിക്കും. ദൈവത്തിന് ഹിതകരമല്ലാത്ത എന്തെങ്കിലും ശീലങ്ങൾ, ദൈവത്തിന് ഹിതകരമല്ലാത്ത എന്തെങ്കിലും കാഴ്ചകൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും വിനോദങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, യു ഹാവ് ടു മേക്ക് ദ റൈറ്റ് ചോയ്സ്. ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് സാർ ഇവിടെയുണ്ട്. ഞങ്ങളൊക്കെ
കൊച്ചു നാളിൽ സൺഡേ സ്കൂളിൽ ക്യാമ്പിൽ ഒക്കെ പോകുന്ന കാലത്ത് ഞങ്ങളുടെ ഒരു ലീഡർ, ഞങ്ങളെയൊക്കെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് സാറ്. ഒരിക്കൽ ഒരു ചൽക്കുന്നിൽ നടക്കുന്ന ക്യാമ്പിൽ രാത്രി കറണ്ട് പോകുമ്പോൾ സ്വാഭാവികമായും ആദ്യത്തെ പ്രതികരണം എന്താ? കൂകുന്നതാണ് അല്ലേ? അപ്പോൾ ഞങ്ങളെല്ലാവരും കൂകി, വളരെ ശക്തമായി കൂകി. കുറച്ച് കഴിയുമ്പോൾ കറണ്ട് വന്നു, നിന്നു. സാറ് മൈക്കിലൂടെ ഇങ്ങനെ പറഞ്ഞു, യു ആർ വാട്ട് യു ആർ വെൻ യു ആർ ഇൻ ഡാർക്ക്നെസ്. ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ കേട്ട, അന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ കോറിയിട്ട ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, യു ആർ വാട്ട് യു ആർ വെൻ യു ആർ ഡാർക്ക്നെസ്. നീരിട്ടിലായിരിക്കുമ്പോൾ, ആർക്കും കാണാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരിക്കുമ്പോൾ നീ എന്താണോ അതാണ് യഥാർത്ഥ നീ. പ്രിയമുള്ളവരെ, അഭിനയങ്ങൾ നമുക്ക് നിർത്താം. ദൈവസന്നിധിയിൽ സകലവും തത്വവും മലർന്നുമായിരിക്കുന്നു. നമുക്ക് വേഷകെട്ടുകൾ വേണ്ടാന്ന് വെക്കാം. സത്യസന്ധമായി ദൈവത്തെ തിരഞ്ഞെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. 2, ഡിസൈഡ് ടു സെർവ് ഗോഡ് ഫെയ്ത്ത്ഫുള്ളി. എന്താണ് അദ്ദേഹം പറയാണ്? നിങ്ങൾ ദൈവത്തെ ഹൃദയപരമാർത്ഥതയോടെ സേവിക്കുക. ഇവിടെ കുറേ വാക്കുകളുണ്ട്, അതെല്ലാം പറയാനും വിവരിക്കാനുമുള്ള സമയമില്ല. ഒന്ന്, സേവിക്കുക എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെയാണ്, ആ പദം തന്നെയാണ് ആരാധിക്കുക എന്നുള്ള വാക്ക്, ഒരേ പദം തന്നെയാണ്. അപ്പോൾ ദൈവത്തെ വിശ്വസ്തയോടെ അല്ലേ സേവിക്കുക, ആരാധിക്കുക. നമ്മുടെ ആരാധന ജീവിതത്തിൽ നമുക്ക് കുറെ കൂടെ സത്യസന്ധമാകാം. ഞായറാഴ്ച പള്ളിയിൽ പോയില്ലേ, അച്ഛൻ എന്ത് പറയും അല്ലേ? അല്ലെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും കോപം തോന്നി, എന്തെങ്കിലും പണി കിട്ടിയാലോ എന്നൊക്കെ ചിന്തിച്ചാണോ? സത്യസന്ധമായി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും കുടുംബ പ്രാർത്ഥനയും നമുക്ക് കുറെ കൂടെ ക്രമപ്പെടുത്താം. സേവിക്കുക. ഭയപ്പെടുക എന്ന വാക്കിന് ടു റെസ്പെക്ട്, ബഹുമാനം എന്നൊക്കെ ഒരു അർത്ഥം കൂടെയുണ്ട്. ഈ ഭയം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞിവിടെ ഉണ്ട്, ഇപ്പോൾ കൊച്ചു കുഞ്ഞാ, ഇപ്പം ഞാൻ കണ്ണുരുട്ടിയാൽ അവൻ പേടിക്കും, ഭയങ്കര പേടിയാണ്. പക്ഷേ ഇവൻ ഇച്ചിരൂടെ വളർന്നു കഴിയുമ്പോൾ ഞാൻ കണ്ണുരുട്ടിയാൽ അവൻ അല്ലേ കൈ ഉരുട്ടി കാണിക്കും. അപ്പോൾ ആ പേടിയൊക്കെ അങ്ങ് മാറും. മറിച്ച് അപ്പോൾ എന്താണ് ഭയം എന്ന് പറയുന്നത്? ആ ഒരു പ്രായത്തിൽ അവൻ്റെ ഭയം, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പൻ്റെ മനസ്സ് വേദനിക്കരുത് എന്നുള്ള, എനിക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്ന, എന്നെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന എൻ്റെ അവൻ്റെ പിതാവിനുള്ള ബഹുമാനമാണ് ഭയമായി മാറേണ്ടത്. അപ്പോൾ വാസ്തവമായി ദൈവം ആരാണെന്ന ബോധ്യമുള്ളവർക്ക് മാത്രമേ ദൈവത്തെ ഭയപ്പെടാൻ സാധിക്കുകയുള്ളൂ. അത് തികഞ്ഞ സ്നേഹത്തിൽ നിന്നുള്ള വിധേയത്വമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ദൈവഭയമുള്ളവരായി തീരണം. സർ, ആ പദത്തിന് ഒരു അടിമ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അടിമ എന്താണ്? അടിമയ്ക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല, ഒരു യജമാനേ ഉള്ളൂ. പ്രിയമുള്ളവരെ, അപ്പോൾ അവനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ പറയാണ്, കർത്താവേ, നീ അല്ലാതെ എനിക്കൊരു യജമാനില്ല. ഐ ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ, എനി അതർ ചോയ്സ്. മറ്റു വിധേയത്വങ്ങളില്ലാതെ, മറ്റ് മാനുഷികമായ വിധേയത്വങ്ങളില്ലാതെ, മറ്റ് അജണ്ടകളില്ലാതെ, മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ ദൈവവും ദൈവരാജ്യവും മാത്രം പ്രയോറിറ്റി ആയിത്തീരുന്ന ഒരു സമർപ്പണത്തിലേക്ക് കർത്താവ് വിളിക്കുകയാണ്. ഇന്ന് അങ്ങനെയുള്ളവരെ കിട്ടാൻ വലിയ പ്രയാസ. തിരുമേനിയോടൊക്കെ ചോദിച്ചാൽ മതി. അങ്ങനെ അജണ്ടകളില്ലാതെ ദൈവരാജ്യം മാത്രം സ്വപ്നം കാണുന്ന സമർപ്പിതരെ എൻ്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഹൃദയ പരമാർത്ഥത, കംപ്ലീറ്റ്നെസ്, പൂർണ്ണത എന്നൊക്കെ അർത്ഥമാണ്. പ്രിയമുള്ളവരെ, പരമാർത്ഥതയില്ലാതെയും ദൈവത്തെ ആരാധിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ എടുത്തു പറഞ്ഞത്. അപ്പോൾ സത്യസന്ധമല്ലാത്ത ആരാധനകൾ ഉണ്ടാകാം, സേവിക്കാം. സമർപ്പണമില്ലാതെയും നമുക്കിതൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ ദൈവം ഹൃദയങ്ങളെയാണ് നോക്കുന്നത് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ഈ സന്ധിയിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷേ ഞാൻ വളരെ ലളിതമായ ചില ചോദ്യങ്ങൾ ചോദിച്ചോളട്ടെ. എങ്ങനെയുണ്ട് പ്രാർത്ഥനാ ജീവിതം? എങ്ങനെയുണ്ട് വേദവായനയും പഠനവും ധ്യാനവും? എങ്ങനെയുണ്ട് കുടുംബ പ്രാർത്ഥന? എങ്ങനെയുണ്ട് ആരാധനാ ജീവിതം? എല്ലാ ബഹളങ്ങളുമുണ്ട്.
പക്ഷെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളിലും നമ്മൾ വളരെയധികം പോയി. ഒരു ഞായറാഴ്ച സൺഡേ സ്കൂളിൽ വരുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കിട്ടണമെന്ന് നമ്മൾ ശഠിക്കുന്നവരാ. നമ്മുടെ ഭവനങ്ങൾ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കുന്നുണ്ടോ? ഒരു ഹോം സൺഡേ സ്കൂൾ ഉണ്ടോ? മൂന്ന്, സാക്ഷ്യത്തിൻ്റെ അടയാളങ്ങൾ ഉയർത്തുക എന്നുള്ളതാണ്. ഈ അധ്യായം അവസാനിക്കുമ്പോൾ വൃദ്ധനായ യോശുവ തൻ്റെ കാലവസാനത്തിൽ ഇവരെ വിളിച്ചു കൂട്ടിയിട്ട് അവസാനം ഒരു കല്ല് നാട്ടുന്നുണ്ട്, സാക്ഷ്യത്തിൻ്റെ അടയാളമായി. സാധാരണ വേദപുസ്തകത്തിൽ പലപ്പോഴും കല്ലുകളൊക്കെ എന്താണ് വിജയത്തിൻ്റെ അല്ലെ വിജയഭേരി മുഴക്കുന്നതിൻ്റെ അടയാളമായി കല്ലുകൾ നാട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല. ഇവിടെ കുറ്റബോധത്തിൻ്റെ, അനുതാപത്തിൻ്റെ, സാക്ഷ്യത്തിൻ്റെ, ഓർമ്മപ്പെടുത്തലിൻ്റെ കല്ലാണ്. എന്താണ്? തെറ്റിപ്പോയിട്ടുണ്ട്, പക്ഷേ മടങ്ങി വരുന്നവരെ സ്വീകരിക്കുന്ന ഉടമ്പടിയിൽ വിശ്വസ്തനായ ഒരു ദൈവത്തെക്കുറിച്ച് അവർ ഓർക്കുന്നതിനാണ്. പലപ്പോഴും ഇന്ന് ഉയരുന്ന പലതും അഹങ്കാരത്തിൻ്റെയും നിഗളത്തിൻ്റെയും അല്ലേ എക്സിബിഷനിസത്തിൻ്റെയും ഒക്കെ കല്ലുകളാണ്. മറിച്ച് സാക്ഷ്യത്തിൻ്റെ, സേവനത്തിൻ്റെ കല്ലുകൾ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് ഉയർത്താം, നമുക്കിന്ന് നാട്ടാം. ഇന്നിവിടെ വലിയൊരു കെട്ടിടവും ഭയങ്കര ആംബിയൻസ് നമുക്കുണ്ട്. പക്ഷേ ഇത് സ്ഥാപിച്ചപ്പോൾ തിരുമേനിക്ക് ഒറ്റ സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് സാക്ഷ്യത്തിനിടമായി തീരണം, ഇത് സേവനത്തിനിടമായി തീരണം, ഇത് അനേകർക്ക് ആശ്വാസം ലഭിക്കുന്ന ഇടമായി തീരണമെന്ന് സക്രിയാസ് തിരുമേനി സ്വപ്നം കണ്ടത് നമുക്ക് ഓർക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഭവനങ്ങളും ദൈവം നൽകിയ അനുഗ്രഹങ്ങളൊക്കെ പലതും അഹങ്കാരത്തിൻ്റെയും ധൂർത്തിൻ്റെയും ഒക്കെ അടയാളങ്ങളായിത്തീരുന്ന ഒരു കാലത്ത് സത്യസന്ധമായി സാക്ഷ്യത്തിൻ്റെ, സേവനത്തിൻ്റെ, പ്രാർത്ഥനയുടെ കല്ലുകൾ നമുക്ക് നാട്ടുവാൻ, അടയാളങ്ങൾ അവശേഷിപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ജീവിതങ്ങളെ തൊടുന്ന ചില സാക്ഷ്യങ്ങൾ, ജീവിതത്തെ തൊടുന്ന ചില മാതൃകകൾ, ചില സംഭാവനകൾ നമുക്ക് ജീവിതത്തിൽ നൽകാം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കണം, ചില കല്ലുകൾ നാട്ടണം. എന്നിട്ട് പറയണം, ഈ ആയുസിൽ എനിക്ക് ലോകത്ത് നൽകാനുള്ളത് ഇത് മാത്രമാണ്. നമ്മുടെ തിത്തോസ് തിരുമേനി ചോദിക്കാറുള്ള ചോദ്യമുണ്ട്. വേദപുസ്തകം വായിച്ചതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ഒരാഴ്ച എന്തെങ്കിലും തീരുമാനമെടുത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ഞാനും ആ ചോദ്യം ചോദിക്കുകയാണ്, കൈവക്കാൻ വേണ്ടി ചോദിക്കുകയല്ല. വേദപുസ്തകം വായിച്ചതിൻ്റെ പേരിൽ, ആരാധനയിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ തീരുമാനം കൈക്കൊള്ളുന്നു എന്ന് തീരുമാനിച്ച ആരെങ്കിലും ഉണ്ടോ? ഒരാഴ്ച പോട്ടെ, ഒരു മാസം പോട്ടെ, ഒരു വർഷം, കഴിഞ്ഞൊരു വർഷം, ഇതൊന്നും നമ്മളെ സ്പർശിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇതൊന്നും നമ്മളെ തൊടാറില്ല. കൺവെൻഷനുകളോട് കൺവെൻഷനാണ്. അനീഷ് സാറ്, ഞാൻ കഴിഞ്ഞ സാറിനോട് കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ വേദപുസ്തകം ഡീറ്റലൈസ് ചെയ്യുന്നതിനായി ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ എന്തെങ്കിലും ഉപദേശിയുടെ പ്രസംഗം കുറിപ്പുകളൊക്കെ അതിലുണ്ടോ? സാറ് പറഞ്ഞു, പ്രസംഗം കുറിപ്പുകളൊന്നുമില്ല, പക്ഷേ വേദപുസ്തകം നിറയെ തീരുമാനങ്ങളാണ്. ഓരോ തവണയും വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ചില തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നൽകും. ജീവിതത്തിൽ തിരുത്തേണ്ട ചില മേഖലകളെ കാണിച്ചു കൊടുക്കുമ്പോൾ അതവിടെ എഴുതി വെക്കും. പ്രിയമുള്ളവരെ, അത്തരത്തിൽ ചില തീരുമാനങ്ങൾ, തിരുത്തലുകൾ നമുക്ക് ദൈവസ്ഥനിൽ എടുക്കാം. മനഃപൂർവ്വമായി വീഴ്ചകളെ ദൈവസ്ഥനിൽ ഏറ്റു പറയാം, നന്ദി പറയാം. ഒരു പുതിയ തീരുമാനം ഇന്ന് ദൈവസ്ഥനിൽ എടുക്കാം. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നുണ്ട്. ഇന്നലകൾ ഉടമ്പടി ചെയ്ത പലരും ആ ഉടമ്പടി ബന്ധത്തിൽ വീണുപോയി എന്ന് ഓർക്കുന്നവർ, നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ഈ കമ്മിറ്റ്മെൻറ്റിനെ, ഈ ഉടമ്പടി ബന്ധത്തെ നമുക്ക് റിന്യൂ ചെയ്യാം. ഞാൻ സാധു കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ ഒരു അനുഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് തയ്യാറാക്കിയപ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതുമായ കാര്യങ്ങളാണ് മനസ്സിൽ മുഴുവനുണ്ടായിരുന്നത്. ഈ മണ്ണിൽ നിന്ന് കർത്താവിൻ്റെ വചനവുമായി ഇറങ്ങി തിരിച്ച ഒരാളാണല്ലോ. അദ്ദേഹത്തിന് കർത്താവിൻ്റെ വേലിലേക്ക് ഇറങ്ങുന്നതിന് ഭയങ്കരമായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വീടിൻ്റെ സാഹചര്യങ്ങളൊന്നും അതിന് അദ്ദേഹത്തെ അനുവദിക്കുന്നില്ലായിരുന്നു. ഭയങ്കരമായ സംഘർഷം, ഭയങ്കരമായ പോരാട്ടം. അവസാനം 19 ദിവസം അദ്ദേഹം അറയിൽ കടന്ന് ഉപവാസത്തിലായിരുന്നു. 19 ദിവസം ഉപവസിച്ചു. 19-ാം ദിവസം അദ്ദേഹം ഒരു ഗാനവുമായിട്ടാണ് പുറത്തു വന്നത്. ആ പാട്ടിൻ്റെ അവസാന സ്റ്റാൻസ ഇങ്ങനെയാണ്: ലോകം തരും സുഖമെനിക്കു വേണ്ട,
കേമന്മാർ ലിസ്റ്റിലൻ പേരും വേണ്ട. യേശുവിനെ പ്രതി സങ്കടങ്ങൾ ബഹുനിന്ദകൾ സഹിക്കുന്ന ജീവൻ മതി. ആയിരങ്ങൾ പതിനായിരങ്ങൾ, ഈരങ്ങൾ പതിനായിരങ്ങൾ നിന്നെ മറന്നിഞ്ഞു വസിച്ചിടുമ്പോൾ ഞാനിവിടെങ്ങനെ വിശ്രമിക്കും? ഇനിമേൽ എനിക്കില്ലോർ ഭയം, ഇനിമേൽ എനിക്കില്ലോർ ഭയം. പ്രിയമുള്ളവരെ, ഇതുപോലൊരു കൺവെൻഷനിൽ നിറവയറുമായിരുന്ന ഒരമ്മ മാരാമൺ കൺവെൻഷൻ യോഗത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് കുഞ്ഞുങ്ങളെ സമർപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്ന് ഭക്തനായ ഒരു മനുഷ്യന് ആഹാരം നൽകിയപ്പോൾ തൻ്റെ വയറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം നൽകുന്ന ഈ കുഞ്ഞിനെ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണെന്ന്. അന്ന് ആ മാരാമൺ കൺവെൻഷൻ യോഗത്തിൽ സമർപ്പിച്ച കുഞ്ഞാണ് മാർത്തോമ്മ സഭയ്ക്ക് ലോകത്തിന് അനുഗ്രഹമായി മാറിയ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ്മ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി. ഇന്ന് ഈ സന്ധ്യയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചില സമർപ്പണങ്ങളിലേക്ക്, ചില തീരുമാനങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി ദൈവസന്ധിയിൽ ഏറ്റെടുത്തുകൊള്ളണം. തീരുമാനത്തിൻ്റെ ഒരു കല്ല് ഇവിടെ നാട്ടണം. ഈ ശെഖേമിൽ നിങ്ങൾ നാട്ടണം. ദൈവം അത് കാണുന്നുണ്ട്. ഒരു തീരുമാനവും ചെറിയ തീരുമാനമല്ല. നിങ്ങളും ദൈവവും തമ്മിലാണ്. ശാന്തമായി നിങ്ങൾ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.